നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പേരാമ്പ്ര ടൗൺ സലഫി മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര ടാക്സി സ്റ്റാൻഡിൽ ഈദ്ഗാഹ് സംഘടിപ്പിച്ചു. ഫസലുർ റഹ്മാൻ ഈദ്ഗാഹിന് നേതൃത്വം നൽകി. ഇബ്രാഹിം നബിയുടെയും മകൻ ഇസ്മായിൽ നബിയുടെയും ത്യാഗസ്മരണയിൽ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിച്ചു. വിവിധ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി പെരുന്നാൾ നിസ്കാരം നടന്നു. പേരാമ്പ്ര ടാക്സി സ്റ്റാൻഡിൽ ടൗൺ സലഫി മസ്ജിദ് കമ്മിറ്റി സംഘടിപ്പിച്ച ഈദ്ഗാഹിൽ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. ഫസലുർ റഹ്മാൻ നടുവണ്ണൂർ നേതൃത്വം നൽകി. ആഘോഷങ്ങളും ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്ന് റമദാനുമായി മറ്റൊന്ന് ഹജ്ജുമായി ബന്ധപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഈ ആഘോഷത്തിന് ഹജ്ജ് പെരുന്നാൾ എന്നുകൂടി അറിയപ്പെടും. ഒരു മാസത്തെ വ്രതം അവസാനിപ്പിച്ചുകൊണ്ട് ആ വ്രതത്തിലൂടെ നേടിയെടുത്ത ഈമാനികമായ കരുത്ത് ആർജിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ഈദുൽ ഫിത്ർ ആഘോഷിക്കുന്നത്. മറ്റൊന്ന് ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാർ അറഫയിലും അതേപോലെ മുസ്ദലിഫയിലുമൊക്കെ സംഗമിച്ചുകൊണ്ട് അതിനോടനുബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയിലെ 10 ദിവസത്തെ ആ 10 ദിവസത്തിൽ നിങ്ങൾ ചെയ്യുന്ന പുണ്യങ്ങൾക്ക് ഏറ്റവും അധികം പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ആ 10 ദിവസം ദുൽഹിജ്ജ 9 ദിവസത്തെ 9ാമത്തെ നോമ്പ് കൂടിയെടുത്ത് പവിത്രമായ ആ ഹജ്ജ് പെരുന്നാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ രണ്ട് ആഘോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുവദിച്ചു തന്നത് അള്ളാഹുവിനെ ധാരാളം ഓർക്കുവാനും അള്ളാഹുവിനെ അങ്ങേയറ്റത്തെ സ്തുതികീർത്തനങ്ങൾ പ്രഘോഷണം ചെയ്യാനും പ്രകീർത്തിക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസങ്ങൾ ദുൽഹിജ്ജയിലെ 11, 12, 13 ദിവസങ്ങൾ 3 ദിവസവും ധാരാളം തക്ബീറുമായി പ്രാർത്ഥനയ്ക്കു ശേഷം മധുര പലഹാരങ്ങൾ വിതരണവും ചെയ്തു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.